മക്കളെ, പിക്ചർ ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ പാർക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. ഈ ഒരു വീഡിയോയിൽ ഒരു ബീച്ചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. മറ്റ് വീഡിയോകൾ കാണാത്തവർ പോയി കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. This is a beautiful picture of a beach. This is a beautiful picture of a beach. ഇതൊരു മനോഹരമായ ഒരു ബീച്ചിന്റെ ചിത്രമാണ്. Two girls are making sand castle. Two girls are making sand castle. Sand castle, a mass of sand molded into a castle-like shape, especially as made by a child on the seashore. കടൽ തീരത്ത് കുട്ടികൾ പൂഴിമണൽ കൊണ്ടുണ്ടാക്കുന്ന കൂടാരം പോലെയുള്ള രൂപമാണ് സാൻഡ് കാസിൽ എന്ന് പറഞ്ഞാൽ. മണൽ കൂടാരം, മണൽ കോട്ട എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ. A boy is playing with a ball in the water. A boy is playing with a ball in the water. ഒരു ആൺകുട്ടി ബോൾ കൊണ്ട് വെള്ളത്തിൽ കളിക്കുന്നു. Another boy is flying a colorful kite. മറ്റൊരു ആൺകുട്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. The sun is shining brightly in the sky. The sun is shining brightly in the sky. സൂര്യൻ ആകാശത്ത് നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. A little crab is also on the sand. A little crab is also on the sand. ഒരു ചെറിയ ഞണ്ട് മണലിൽ കാണുന്നുണ്ട്. Children are building sand castles near the shore. Children are building sand castles near the shore. കുട്ടികൾ കടൽ തീരത്ത് മണൽ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. Family is having a picnic under a colorful umbrella. ഒരു ഫാമിലി കളർഫുൾ അംബ്രല്ലേൻ്റെ താഴെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. പിക്നിക്കിൻ്റെ മീനിങ് നോക്കാം. An occasion when packed meal is eaten outdoors, especially during outing to the countryside. പുറത്ത് ഫീൽഡ് ട്രിപ്പും ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പാക്ക് ചെയ്ത മീൽ കഴിക്കുന്നതിനാണ് പിക്നിക് എന്ന് പറയാം. ഓക്കെ. Seagulls are flying overhead searching for food. ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കടൽക്കാക്കകൾ തലയ്ക്കുമീതെ പറക്കുകയാണ്. Kids are laughing and playing in the waves. Kids are laughing and playing in the waves. കുട്ടികൾ തിരമാലയിൽ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ്. A group of friends are playing volleyball on the sand. ഒരു കൂട്ടം ഫ്രണ്ട്സ് കടൽ തീരത്ത് വോളിബോൾ കളിക്കുകയാണ്. Coconut trees are swaying gently in the ocean breeze. Coconut trees are swaying gently in the ocean breeze. തെങ്ങുകൾ കാറ്റത്ത് മെല്ലെ ഇളകിയാടുന്നുണ്ട്. കടലിൻ്റെ കാറ്റത്ത് ഇളം കാറ്റിൽ തെങ്ങുകൾ ആടിക്കളിക്കുകയാണ്. A group of friends are playing volleyball on the shore. ഒരു കൂട്ടം ഫ്രണ്ട്സ് കടൽ തീരത്ത് വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. People are swimming and splashing in the sea. People are swimming and splashing in the sea. ആളുകൾ കടലിൽ ഇറങ്ങിക്കൊണ്ട് നീന്തുകയും വെള്ളം തെറിപ്പിച്ച് കളിക്കുകയും ചെയ്യുകയാണ്. Many boats are sailing through the sea. Many boats are sailing through the sea. ഒരുപാട് തോണികൾ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. A boy and a girl are collecting seashells together. A boy and a girl are collecting seashells together. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കടലിലെ ചിപ്പികൾ പെറുക്കുകയാണ് ഒരുമിച്ച്. Fishermen are selling fish on the seashore. Fishermen are selling fish on the seashore. Fishermen
മീൻ വിൽക്കുകയാണ്. There are many birds flying in the sky. കുറേ പക്ഷികൾ ആകാശത്ത് പറക്കുന്നുണ്ട്. കുറേ പക്ഷികൾ ആകാശത്ത് പറക്കുകയാണ്. Children are collecting seashells and pebbles in their buckets. Children are collecting seashells and pebbles in their buckets. കുട്ടികൾ അവരുടെ ബക്കറ്റിൽ ഈ ചിപ്പികളും മുത്തുകളൊക്കെ കല്ലുകളുമൊക്കെ പെറുക്കിയെടുക്കുകയാണ്, ശേഖരിക്കുകയാണ്. Waves are gently lapping at the shore. Waves are gently lapping at the shore. തിരമാലകൾ കടൽ തീരത്തേക്ക് മെല്ലെ വന്നടിക്കുകയാണ്. People are relaxing in comfortable beach chairs. People are relaxing in comfortable beach chairs. ആളുകൾ അവരവർക്ക് കംഫർട്ടായ അവിടെയുള്ള കസേരകളിലും സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. The sun rises over the ocean, its rays sparkling like diamonds on the water. സൂര്യോദയത്തെക്കുറിച്ച് കുറച്ച് ഭാവനാപരമായി പറയുന്നതാണ്. കുറച്ച് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. അതായത് സൂര്യോദയം, കടലിന് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരികയാണ്. അതിൻ്റെ കിരണങ്ങൾ സ്പാർക്ലിംഗ് ലൈക്ക് ഡയമണ്ട്സ്, രത്നങ്ങൾ പോലെ തിളങ്ങുകയാണ്. ഓൺ ദ വാട്ടർ, ആ സൂര്യൻ്റെ കിരണങ്ങൾ വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് അതിൻ്റെ കിരണങ്ങൾ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? രത്നങ്ങൾ തിളങ്ങുന്നത് പോലെയാണ് അത് വെള്ളത്തിൽ തട്ടുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എ സൺസെറ്റ് പെയിൻറ്റ്സ് ദ സ്കൈ വിത്ത് വൈബ്രൻറ്റ് ഹ്യൂസ് ഓഫ് ഓറഞ്ച്, പിങ്ക് ആൻഡ് പർപ്പിൾ. സൂര്യാസ്തമയ സമയത്ത് ആ സൂര്യാസ്തമയം ആകാശത്ത് വളരെ കളർഫുള്ളായ, വൈബ്രൻ്റായ പലതരം വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചായം തേച്ചതുപോലെ, പെയിൻറ് ചെയ്തതുപോലെയാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ പെയിൻ്റാണ്, ഏതൊക്കെ കളേഴ്സാണ്? ഓറഞ്ച്, പിങ്ക് ആൻഡ് പർപ്പിൾ. കുറച്ച് ഭാവനാപരമായിട്ട് കുറച്ച് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസ് ആണ്. ഓക്കെ. ഓൾ ആർ എൻജോയിങ് ദ ഡേ. ഓൾ ആർ എൻജോയിങ് ദ ഡേ. എല്ലാവരും ആ ഒരു ദിവസം എൻജോയ് ചെയ്യുകയാണ്. ബീച്ച്. This is a beautiful picture of a beach. Two girls are making sand castle. A boy is playing with a ball in the water. The sun is shining brightly in the sky. A little crab is also on the sand. Children are building sand castles near the shore. A family is having a picnic under a colorful umbrella. Seagulls are flying overhead searching for food. Kids are laughing and playing in the waves. A group of friends are playing volleyball on the sand. Coconut trees are swaying gently in the ocean breeze. People are swimming and splashing in the sea. Many boats are sailing through the sea. A boy and a girl are collecting seashells together. Fishermen are selling fish on the seashore. There are many birds flying in the sky. Children are collecting seashells and pebbles in their buckets. Waves are gently lapping at the shore. People are relaxing in comfortable beach chairs. The sun rises over the ocean, its rays sparkling like diamonds on the water. A sunset paints the sky with vibrant hues of orange, pink and purple. All are enjoying the day. ഓക്കെ മക്കളെ, അപ്പോൾ ബീച്ചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പഠിച്ചല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു പ്ലേസിനെ കുറിച്ച് പഠിക്കാം. ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.